നമ്മളെ യാത്ര വളരെ സന്തോഷകരമായിരുന്നു എല്ലാ വിധത്തിലും. ഒന്ന് നമ്മളിവിടുന്ന് എല്ലാവരും പോയി ഒരു ഒത്തുചേർന്ന് നല്ലൊരു ക്ലാസ്സുകൾ നമുക്ക് കിട്ടി. അതിലുപരി നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റിയെന്ന് പറയുന്നതാണ് സന്തോഷം. ഞാനൊക്കെ ഫാമിൽ എനിക്ക് സംസ്ഥാന അവാർഡൊക്കെ കിട്ടിയ ആളാണ്. പക്ഷേ നമ്മൾ എന്ന് പഞ്ചാബ് പോയി വന്നു അന്ന് ഞാൻ പറഞ്ഞു നമ്മൾ അമ്പേ പരാജയമാണെന്ന്. കാരണം നമ്മളിവിടുത്തെ ക്ലാസ്സുകളും അവിടുത്തെ വളർത്തു രീതികളും അജഗജാന്തര വ്യത്യാസം. എൻ്റെ ചെറിയ കാസർഗോഡൻ ഇത് വരും, ടാങ്ക് വരും, അത് ക്ഷമിക്കുക, ഭാഷൻ്റെ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. നല്ല രീതിയിൽ വളർത്താൻ പറ്റണമെങ്കിൽ എങ്ങനെ വളർത്താമെന്ന് പറയുന്നത് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കി. ഞാൻ ഈ ഫാം ഇത്രയൊരു മോട്ടിവേറ്റ് ആവും എന്ന് പറയുന്നൊരു പ്രതീക്ഷയില്ലായിരുന്നു. കാരണം ഇത് നമുക്ക് നല്ലൊരു വരുമാന സ്രോതസ്സാണ്. എൻ്റെ ഏകദേശം 100-ൻ്റെ അടുത്ത് പശുക്കളും കിടാരികളായിട്ടുണ്ട്. പക്ഷേ ഇനിയാണ് ഞാൻ ഇതിൽ നിന്ന് ഉൽപ്പാദനം തുടങ്ങാൻ പോകുന്നത്. നേരത്തെ സാറ് പറഞ്ഞ പോലെ ഞങ്ങളിപ്പോൾ ABS ആയിട്ട് ബന്ധപ്പെട്ട് സെമൻ്റെ ഏകദേശം ഈ മാസം തന്നെ നമുക്ക് കിട്ടാൻ പോകുന്നത് എല്ലാം സെക്സഡ് സെമൻ തന്നെ ഉപയോഗിക്കാൻ ഒരു തീരുമാനം എടുത്ത് ആദ്യമായിട്ട്. കാരണം നമുക്ക് എത്ര പശുക്കൾ ഉണ്ടാകുന്ന അത് മൊത്തം പശുവായി വളർത്തിയെടുക്കണം. ഇതുവരെ ഞാൻ കാഫ് പെൻ ഉപയോഗിക്കാത്ത ഒരാളായിരുന്നു. കാഫ് പെൻ റെഡിയാക്കാനും കൊടുത്തു. അതെൻ്റെ ഫാമിൻ്റെ ഏറ്റവും വലിയൊരു ചേഞ്ചസാണ്. നൗഷാദ് കണ്ടിട്ടുണ്ടല്ലോ. പിന്നെ ഫീഡിങ് കാര്യത്തിലും ഞങ്ങൾ ചെറിയൊരു ന്യൂട്രീഷനിസ്റ്റ് പിറ്റേ ദിവസം തന്നെ ഞങ്ങളെ ന്യൂട്രീഷനിസ്റ്റ് ബന്ധപ്പെട്ട് ചെറിയൊരു മാറ്റാക്കിയതിന് അതിൽ ഫാറ്റ് എസ്എൻഎഫ് നമുക്ക് നല്ലൊരു വ്യത്യാസം വന്നു. അത് എടുത്തു പറയേണ്ട ഒരു ഗുണമാണ്. അതേപോലെ ഞാൻ സൈലേജ് ഇപ്പോൾ മിൽമൻ്റെ വാങ്ങിയ സൈലേജ് വാങ്ങണ്ടെന്ന് എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരാളാണ്. ഞങ്ങളിപ്പോൾ കർണാടകത്തിൽ നിന്നൊരു കമ്പനീൻ്റെ ബെയിൽ സൈലേജാണ് വാങ്ങുന്നുണ്ട്. അതും ഇനി നമ്മുടെ പിത്ത് സൈലേജിലേക്ക് മാറാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഏകദേശം പെട്ടെന്നാവുന്ന ഒരു ഇതല്ല വെച്ചാൽ എനിക്ക് ഒരു ബൾക്കായിട്ടത് ചെയ്യണമെങ്കിൽ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ഏകദേശം ഡിസംബർ ആകുമ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റുമെന്നൊരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ ഈ നമ്മൾ കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുത്ത നൗഷാദ് കാക്കും വിപിനും നിസാർ കാക്കൊക്കെ എൻ്റെ അഗാധമായ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം നമ്മളെ യാത്രയിൽ നമ്മളെല്ലാവരും ഒരു സഹകരിച്ച് പോയതാണ്. ആരും ഒരാളും വെറുത്തിട്ടില്ല. പരസ്പരം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് നമ്മളൊരു ടീമായി പ്രവർത്തിച്ചാൽ കേരളത്തിലേക്ക് തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് തന്നെ നമ്മളൊരു മാതൃകയാക്കാൻ പറ്റും. PDFA പോലെ നമ്മളെ ഈ D3 ഗ്രൂപ്പും നല്ലൊരു സംരംഭമായി വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം ചെയ്യും.